ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം. ലൈവിൽ ഇപ്പോൾ അർജുൻ അപ്സരയുടെ അടുത്തായിട്ട് ചോദിക്കുന്നുണ്ട്, ഈ ആഴ്ച ആരായിരിക്കും പോവുക? അപ്പോൾ അപ്സര പറയുന്നുണ്ട്, എടാ എനിക്കൊരു ഐഡിയയും ഇല്ല, നിനക്ക് ആരെയാണ് തോന്നുന്നത്? എനിക്ക് തോന്നുന്നത് യമുന ചേച്ചി എവിക്റ്റ് ആവുമെന്നാണ്. നിലവിലെ സാഹചര്യം വെച്ചിട്ട് യമുന ചേച്ചി പുറത്താവുമെന്നെല്ലാം പറയുന്ന അർജുനെ കാണാം. നിലവിൽ ഇപ്പോൾ ഏറ്റവും കുറവ് വോട്ടെല്ലാം യമുനയ്ക്കാണ്, അതുകൊണ്ട് തന്നെ യമുന ആയിരിക്കും ഈ ആഴ്ച പുറത്താവുക. പിന്നീട് അതെല്ലാം കഴിഞ്ഞ് അർജുൻ പറയുന്നു, മിക്കവാറും നിങ്ങളായിരിക്കും ഇനി വരാൻ പോകുന്ന ആഴ്ച പവർ ടീമിലാവുക. ഇനി അടുത്ത ആഴ്ച എല്ലാവരെയും വേറെ ഗ്രൂപ്പെല്ലാം ആക്കി സ്പ്ലിറ്റ് ആക്കുമല്ലോ, എനിക്ക് പിന്നെ ഏത് ഗ്രൂപ്പ് ആയാലും കുഴപ്പമില്ല എന്നെല്ലാം അങ്ങനെ അർജുൻ അവിടെ പറയുമ്പോൾ അപ്സര പറയുന്നുണ്ട്, ഞാനിപ്പോൾ ശരണ്യയും ശ്രീധുവുമായിട്ട് സെറ്റായി വരികയായിരുന്നു, ഇനിയിപ്പോൾ വേറെ ഗ്രൂപ്പ് ആവുക എന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ താല്പര്യമില്ലെന്ന് ഇങ്ങനെ അപ്സര അവിടെ പറയാണ്. സത്യം പറഞ്ഞാൽ എല്ലാത്തിനെയും സ്പ്ലിറ്റ് ആക്കി വേറെ ഗ്രൂപ്പ് ആക്കുന്നത് തന്നെയാണ് നല്ലത്. കാരണം അവിടെ സേഫ് ഗെയിമോ അതുപോലെ തന്നെ സ്വന്തം ചങ്കിനെയല്ല പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടുള്ള ഗെയിമെല്ലാം അവിടെ അവസാനിക്കും. അതുകൊണ്ട് തന്നെ പുതിയ ഗ്രൂപ്പുകൾ എങ്ങനെയെന്നെല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം. പിന്നീട് അതെല്ലാം കഴിഞ്ഞ് അപ്സര പറയുന്നു, മിക്കവാറും ഈ ആഴ്ച ഒരു വൈൽഡ് കാർഡ് എല്ലാം ഉണ്ടാകും. അപ്പോൾ അർജുൻ, അങ്ങനെയാണെങ്കിൽ അവരോട് ഇഷ്ടമുള്ള ഗ്രൂപ്പിലായിരിക്കും ബിഗ് ബോസ് പോവാൻ പറയുക. അവർ ഏത് ഗ്രൂപ്പിലാണോ പോകുന്നത് ആ ഗ്രൂപ്പിലാണ് പുറത്ത് നല്ല സപ്പോർട്ട് ഉണ്ടാവുക എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് വെച്ചിട്ട് നമുക്ക് പുറത്തുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാമെന്നെല്ലാം പറയുന്ന അർജുനെയും ലൈവിൽ കാണാം. ഇനി അവരോടെങ്ങാനും പവർ റൂമിൽ കയറാൻ പറഞ്ഞാൽ അവര് കളിയെല്ലാം കണ്ടു വന്നത് കൊണ്ട് തന്നെ ഇവിടെയുള്ള നമ്മളെല്ലാം അവർ അടപടലം പൂട്ടും. എന്താണോ എന്തോ പുറത്ത് നടക്കുന്നത് എന്നെല്ലാം പറയുന്ന അർജുനെയും അപ്സരയുമാണ് ലൈവിൽ കാണിക്കുന്നത്. എന്തായാലും നാളെ 6 വൈൽഡ് കാർഡ് എൻട്രി എല്ലാം ബിഗ് ബോസ് ഹൗസിൽ കയറും. ഇനി അവരുടെ ഗെയിം പ്ലാൻ എന്തെന്നും അതുപോലെ തന്നെ അവർ ആരൊക്കെയെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഹോട്ട്സ്റ്റാർ ലൈവ് അപ്ഡേഷൻ ചാനലിൽ ഉണ്ടാകും. ആദ്യമായി കാണുന്ന പ്രേക്ഷകർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട.